ബാർസലോണ vs അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ മത്സരത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നറിയില്ല. ബാർസലോണ എങ്ങനെ പരാജയപ്പെട്ടു എന്നും അറിയില്ല. ഗംഭീര മത്സരം. മത്സരത്തിന്റെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കുകൾ, ചാൻസ് ക്രിയേഷനുകൾ, ഗോളുകൾ, അങ്ങനെ മത്സരത്തിൽ നിർഭാഗ്യം അതിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ ബാർസലോണ നടത്തുന്ന ഓരോ മൂമെന്റുകളും മത്സരത്തിന്റെ ഗതി നിർണയത്തിലേക്ക് എത്തിച്ചില്ല എന്നതാണ്. ഫെറാൻ ടോറസ് തന്റെ രണ്ടാം ഗോൾ നേടുന്ന ഒരു സമയമുണ്ട്. മത്സരത്തിലേക്ക് ബാർസലോണ തിരിച്ചെത്തി എന്നൊരു പ്രതീതി നൽകുന്ന ആ ഒരു നിമിഷം സ്റ്റേഡിയം ഇളകി മറിയുന്നുണ്ട്. ഫെറാൻ ടോറസ് സഹതാരങ്ങളോടൊപ്പം ആഘോഷിക്കുന്നുണ്ട്. ബട്ട് ദ ഗോൾ ഡിസലൗഡ് ബൈ ദ ഓഫ്സൈഡ്. പിന്നീടും ഒരുപാട് ചാൻസുകൾ ബാർസലോണ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 79-ാം മിനിറ്റിലാണ് ആ ത്രൂ ബോൾ വരുന്നത്. വാട്ട് ഹാപ്പൻ ഇൻ ദ ഫസ്റ്റ് ലെഗ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് മാൻ ആയിരുന്ന ബാർസ ഡിഫൻഡർ അത്ലറ്റിക്കോയുടെ അറ്റാക്കറെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. റെഡ് കാർഡ് ലഭിക്കുന്നു. ആദ്യ ലെഗിൽ സിമിയോണിയെ വീഴ്ത്തിയതിന് കുബാർസിക്കാണ് റെഡ് കാർഡ് ലഭിച്ചതെങ്കിൽ ഇവിടെ രണ്ടാം ലെഗിൽ എറിക് ഗാർഷ്യക്ക് റെഡ് കാർഡ് ലഭിക്കുന്നു. അത് സൊർലോത്തിനെ വീഴ്ത്തിയതിനായിരുന്നു. ബാർസലോണ ആർ ഡൗൺ ടു 10. എന്നിട്ടും ബാർസലോണ അണ്ടർ പ്രഷറിലേക്കോ അല്ലെങ്കിൽ 10 പേരായി ചുരുങ്ങിയല്ലോ അതിനുശേഷം ഒരു ഡിഫൻസീവ് ഗെയിമിലേക്ക് മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. എന്താണോ അവർ ആദ്യം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരുന്നു റെഡ് കാർഡ് ലഭിച്ചതിന് ശേഷവും ബാർസലോണ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലമീൻ യമാൽ വാട്ട് എ പെർഫോമൻസ്. UCL നോക്കൌട്ട് പോലത്തെ ഹൈ പ്രഷറുള്ള ഒരു ഗെയിമിൽ വിത്തൗട്ട് പ്രഷറിൽ കളിക്കുക, ടീമിന്റെ പ്രതീക്ഷയാകുക, അതോടൊപ്പം തന്നെ എതിരാളികളുടെ നൈറ്റ്മെയർ ആയി മാറുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വയസ്സാണ് ഹൈലൈറ്റ്. 18 അദ്ദേഹം ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടി സെയിം തിങ് അദ്ദേഹം വീണ്ടും ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഗോഡ് ഗിഫ്റ്റഡ് ടാലന്റ് തന്നെയാണ് യമാൽ. അതുമാത്രമല്ല മത്സരത്തിന്റെ അവസാന വിസിലിന് ശേഷം മൈതാനത്ത് ഡൗൺ ആയി നിൽക്കുന്ന ബാർസലോണ താരങ്ങളുണ്ട്. അവിടേക്ക് അടുത്ത് ചെന്നിട്ട് യമാൽ ആശ്വസിപ്പിക്കുന്ന, അവരെയൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു രംഗം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതായിരുന്നു ഒന്ന് സ്ട്രൈക്ക് ചെയ്ത കാര്യം. ഒരു 18 വയസ്സുകാരനാണ് ടീമിലെ സഹതാരങ്ങൾക്ക് തോൽവിയിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള ഊർജം നൽകുന്നത്. അതാണ് ഒരു താരത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ബാർസലോണയുടെ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ, അതോടൊപ്പം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയത്തെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരിക്കണം. എങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചത്? മെട്രോപൊളിറ്റാനയിൽ ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഫുട്ബോൾ നിരീക്ഷകരും അല്ലെങ്കിൽ പ്രവചിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, മേ ബി എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക ബാർസലോണയുടെ വിജയം അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് ഗെയിം ആയിരിക്കും അത്ലറ്റിക്കോ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നായിരിക്കും. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. ബാർസലോണ നടത്തുന്ന ഓരോ അറ്റാക്കുകൾക്കും ഒരു മറു അറ്റാക്ക് അത്ലറ്റിക്കോ നടത്തുന്നുണ്ടായിരുന്നു. മത്സരത്തിലെ പൊസിഷൻ മുതൽ ഷോട്ട് ഓൺ ടാർഗറ്റും ചാൻസ് ക്രിയേഷനുകളും അങ്ങനെ എല്ലാ മേഖലകളിലും ബാർസലോണ ആധിപത്യം പുലർത്തിയപ്പോൾ മത്സരത്തിൽ വിജയിച്ചത് ഡിയാഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോയായിരുന്നു. ഇത് ഫുട്ബോൾ അല്ലേ? സ്റ്റാറ്റ്സുകളിൽ എത്ര തന്നെ ആധിപത്യം പുലർത്തിയാലും ആരാണോ ഗോൾ അടിക്കുന്നത് അവരാണ് വിജയിക്കുന്നത്. അത് ഡിയാഗോ സിമിയോണിക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചു എന്നതാണ്. 15 വർഷമായി അയാൾ മെട്രോപൊളിറ്റാനയിൽ നിൽക്കുന്നു. എവരി സിംഗിൾ മൊമെന്റ് അദ്ദേഹം ഇപ്പോഴും എൻജോയ് ചെയ്യുകയാണ് അവിടെ. ഇനി നടക്കാനിരിക്കുന്നത് സ്പോർട്ടിംഗ് CP ആർസണൽ മത്സരത്തിലെ വിജയ്ക്കെതിരെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇനി നേരിടാനുള്ളത്. അത് ഇനി ആര് തന്നെയായാലും ഡിയാഗോ സിമിയോണിയും പിള്ളേരും ഡബിൾ സ്ട്രോങ്ങോടെ ഇവിടെ തന്നെ ഉണ്ടാകും.